കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 6-ാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വളരെ നന്ദി. അതുപോലെ പാസ്റ്റർ VM ജോസഫ് അവർ പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 6-ാമത്തെ പാഠമാണ്. ഈ 6-ാമത്തെ പാഠം 2 സാക്ഷികൾ എന്ന തലക്കെട്ടോടുകൂടിയുള്ളതായ പാഠമാണ്. ഇതിന് പശ്ചാത്തലം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ പ്രചാരണവും നിലനിൽപ്പും എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. നാം ചരിത്രം പഠിക്കുന്നതായ സമയത്ത് കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു. ഈ ആഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് എപ്രകാരമാണ് വേദപുസ്തകം പ്രിൻ്റ് ചെയ്യുവാൻ തക്കോണം സാധിച്ചത്, തടസ്സങ്ങൾ നേരിട്ടപ്പോഴും ഈ തടസ്സങ്ങൾ അത് അനുഗ്രഹമായി തീരുന്നത് എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ടിൻഡൽ എന്ന് പറയുന്നതായ വേദപുസ്തക വ്യാഖ്യാനാതാവ്, അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത് പബ്ലിഷ് ചെയ്തതായ പുസ്തകങ്ങൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്നതായ രാജാക്കന്മാർ സഭയുടെ ഒത്താശയോടുകൂടെ ചേർന്ന് ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നോക്കി. അപ്പോൾ നശിപ്പിക്കുവാൻ തക്കവണ്ണം നോക്കിയതായ സമയത്ത് ഈ പുസ്തകങ്ങൾ ടിൻഡൽ വില കൂട്ടി വിൽക്കുകയും ഒരു പുസ്തകത്തിന് 100 രൂപ മാത്രമേ വിലയുള്ളൂ എങ്കിൽ അത് 300-400 രൂപയ്ക്ക് വിൽക്കുകയും ടിൻഡലിൻ്റെ പ്രസിദ്ധീകരിച്ചതായ എല്ലാ വേദപുസ്തകങ്ങളും ഈ സർക്കാർ പ്രേരിതരായ മത നേതാക്കൾ അത് വിലയ്ക്ക് വാങ്ങുകയും അത് കത്തിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ 1000 പുസ്തകം കത്തിച്ച് കളയുമ്പോൾ ടിൻഡലിന് 10,000 പുസ്തകം അച്ചടിക്കാനുള്ളതായ സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടായി. അങ്ങനെ സാധാരണക്കാരുടെ ഇടയിലേക്ക് വേദപുസ്തകം കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൻ്റെ വേദപുസ്തകത്തിൻ്റെ തളർന്നു പോകാത്തതായ ഒരു ജൈത്ര യാത്രയുടെ ഒരു വിവരണമാണ് നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. പുല്ല് ഉണങ്ങുന്നു, പൂവ് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പാസ്റ്റർ ബിനോയ്, 2 സാക്ഷികൾ എന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അവയെ 2 സാക്ഷികൾ എന്ന് പറയുവാൻ കാരണമായിരിക്കുന്നത്? 2 സാക്ഷികൾ എന്ന പ്രയോഗം ഇവിടെ മാത്രമല്ല, പഴയ നിയമത്തിലും ചില സ്ഥലങ്ങളിൽ കാണാം. നമുക്ക് അവിടെ നിന്ന് നോക്കാം. അവിടെ സെക്കറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം പ്രവചനം 4:4 അവിടെ 2 മരങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഒലിവ് മരങ്ങളും എണ്ണയുടെ ചക്കും കാണുമെന്ന് പറയുന്നു. സങ്കീർത്തനം 119-150 നിൻ്റെ വചനം കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ പശ്ചാത്തലത്തിലും വചനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരനും വചനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒലീവ് എന്ന് പറയുന്നത് വചനത്തെ വെളിച്ചമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് ബൈബിൾ. അപ്പം ഈ ഒലിവ് മരം അവിടെ കൊടുത്തിരിക്കുന്നത് എണ്ണ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വചനം ആ ഇരുണ്ട കാലഘട്ടത്തിൽ എത്രമാത്രം ലോകത്തിന് പ്രകാശം കൊടുക്കാൻ കഴിഞ്ഞു, ദൈവം അതിനെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവന്നു എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വചനം ക്രിസ്തു തന്നെയാണ്. വചനം കൊണ്ടാണ് ഏലിയാവിന് മഴ പെയ്യിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞതും, അതേപോലെ വചനത്തിന് ന്യായവിധി കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമവും പുതിയ നിയമവും അടക്കമുള്ള ദൈവത്തിൻ്റെ വചനത്തെയാണ് 2 സാക്ഷികൾ എന്നുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ ജോസഫ്, ഈ പുതിയതും പഴയതുമായ നിയമങ്ങൾ നിലനിൽക്കേണ്ടതായ ആവശ്യം എന്താണ്? ഇന്നും നമ്മുടെ വേദപുസ്തകത്തിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും പറയുന്നതിനുള്ളതായ കാരണം എന്താണ്? യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം മഴ പെയ്യാതിരുന്നു. അതൊരു സാക്ഷ്യമാണ്, പഴയ നിയമത്തിലൊരു സാക്ഷ്യമാണ്. പുതിയ നിയമത്തിൽ കർത്താവിന് യേശുക്രിസ്തു യോഹന്നാൻ 5:39 പറയുന്നത്, നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുക, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സാക്ഷ്യം ഇത് രണ്ടും പറയുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സാക്ഷികളെ കുറഞ്ഞു. അപ്പോൾ
വിനോയ് പറഞ്ഞതുപോലെ പഴയ നിയമവും പുതിയ നിയമവും വേദപുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ആ 2 ഭാഗങ്ങളെ സെഖര്യാപ്രവചനത്തിൽ പറയുന്ന പോലെ തന്നെ ഒലിവ് വൃക്ഷം, പിന്നെ നിലവിളക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എണ്ണ വിളക്ക് എത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒലിവ് വൃക്ഷത്തിൻ്റെ എണ്ണയിലൂടെ വിളക്കിലേക്ക് പോയി വെളിച്ചം പോയിരുന്നു. അപ്പോൾ ആ വെളിച്ചം പകരുന്ന അത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിച്ചത്തിൽ നിന്ന് ഉണ്ടായതാണ് തിരുവചനം. ദൈവം പരിശുദ്ധാത്മാവ് പ്രാപിച്ച മനുഷ്യർ സംസാരിക്കത്തക്ക ദൈവം കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 നിയമങ്ങളും നിലനിൽക്കേണ്ട ആവശ്യമാണ്. കാരണം 2 സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം, രാജ്യത്തിൻ്റെ സുവിശേഷ സകല സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് അതും സാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ പഴയതും പുതിയതുമായ സാക്ഷ്യങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ 2 സാക്ഷികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ 2 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. എന്താണ് ഈ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ 2 ഉടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ 2 എപ്പോഴും സങ്കടത്തെ സൂചിപ്പിക്കുന്നു. 1260 വർഷം എന്ന് പറയുന്നത് ഇരുണ്ട കാലഘട്ടത്തെയാണ്, കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വചനം തടഞ്ഞു വയ്ക്കുകയും വചനത്തിനെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെളിപ്പാട് 12:5 പറയുന്നത്, അവൻ സകല ജാതിയെ മേയ്ക്കാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുന്നു. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. സകല ജാതിയെ മേയ്ക്കാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ 2 സാക്ഷികളും ഈ 1260 വർഷവും സാക്ഷ്യമായത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയത്തെക്കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം തന്നെ പറയുന്നു, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവൾക്ക് താമസിക്കാൻ ഒരു സുരക്ഷിത സ്ഥലം ദൈവം അവിടെ ഒരുക്കി എന്ന് പറയുന്നു. 12:5 അതാണ് ഈ 1260 വർഷം എന്ന് പറയുന്നത്. അതിനൊരു ചിറക് കൊടുത്തു, കഴുകൻ്റെ പോലെയുള്ള ചിറക് കൊടുത്ത് ലഭിച്ചു. സർപ്പത്തോടകലെ 1 കാലം 2 കാലം അരക്കാലം ഇത് സംരക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടമെല്ലാം ഒരേ പ്രവചനത്തെയാണ് കാണിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, 1260 വർഷം രട്ടുടുത്തുകൊണ്ട് ഈ 2 സാക്ഷികൾ പ്രവചിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ 1260 വർഷങ്ങളിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? വാസ്തവത്തിൽ സംഭവിച്ചത് തിരുവചനമാണല്ലോ ഈ 2 സാക്ഷികൾ, പഴയ നിയമവും പുതിയ നിയമവും. ഇപ്പോൾ സഭ ഈ പഴയ നിയമവും പുതിയ നിയമവും ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. പോപ്പുമാർ പറയുന്ന ആ ഡിഗ്രി ലേഖനങ്ങളോ അല്ലെങ്കിൽ ഇടയലേഖനങ്ങളോ ഇത് മാത്രം മതി, മറ്റൊന്ന് പാരമ്പര്യങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്താഗതി. അതുകൊണ്ട് ഈ 1260 വർഷക്കാലം വേദപുസ്തകം അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് മറയ്ക്കപ്പെട്ടിരുന്നു, പുറത്ത് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് വിശുദ്ധമായിട്ട് വിശുദ്ധന്മാർക്ക് മാത്രമേ തൊടാൻ പാടുള്ളൂ. അന്നത്തെ കർഡിനാൾമാർക്ക് മാത്രമേ തൊടാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് മാത്രമാണ് പുരോഹിതന്മാർക്ക് സാധാരണ പുരോഹിതന്മാർക്ക് അത് എടുക്കാനുള്ള അവസരമുണ്ടായത്. അതുവരെ അതങ്ങനെ ഒരു വിശുദ്ധമായിട്ട് വെച്ചിരുന്ന വിശുദ്ധന്മാർക്ക് മാത്രം തൊടാനുള്ള അവസരമായിരിക്കും അത് വെച്ചിരുന്നു. അപ്പോൾ ഈ 1260 വർഷക്കാലം അറിയപ്പെടാത്തൊരവസ്ഥയിൽ വേദപുസ്തകമായിരുന്നു. എന്നാൽ പോപ്പിനെ തടവുകാരനെ പിടിച്ച് മരണമായ മുറിവുണ്ടായി. ആ മുറിവുണ്ടായ ആ കാലത്തിന് ശേഷം അതോടെ ആ അന്ധകാര യുഗം അവസാനിച്ചിട്ട് ഒരു പുതിയ ഉണർവുണ്ടായി. ആ പുതിയ ഉണർവുണ്ടായപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ബൈബിൾ സൊസൈറ്റികൾ ധാരാളമായിട്ട്, ഞാൻ 1611 അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി ഉണ്ടായ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ പിന്നെ പുതിയ ബൈബിൾ സൊസൈറ്റികളുണ്ടായി. അങ്ങനെ വചനം എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 2 സാക്ഷികളും അവർ എഴുന്നേൽക്കാൻ തുടങ്ങി. അതുവരെ അവർ ഹിഡൻ സ്ഥലത്തായിരുന്നു, അടയ്ക്കപ്പെട്ട സ്ഥലത്തായിരുന്നു. പക്ഷെ പിന്നീട് അവർ പെട്ടെന്നൊരു ഉയർപ്പുണ്ടായി. ആ ഉയർപ്പുണ്ട് അവർ ദിവസം പറയുന്നത് അവർ കാലൂന്നി നിന്നു എന്നാണ് പറയുന്നത്. അവരെ കണ്ടവർ ഭയവശരായി മാറി. കാരണം വേദപുസ്തകം വചനം എല്ലായിടത്തും പരക്കുകയാണ്. അങ്ങനെ പരന്നപ്പോൾ സഭയുടെ അധീശത്വം നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്താഗതി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ സാഹചര്യം ഉണ്ടായത് എന്നാണ് തിരുവനന്തപുരത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പാസ്റ്റർ ബിനോയ്, ഈ രണ്ട് സാക്ഷികൾ ദൈവം അവർക്ക് വേണ്ടി പ്രവചിച്ചതായ രീതിയിൽ ഈ രണ്ട് സാക്ഷികളും അഥവാ വേദപുസ്തകത്തിൻ്റെ പുതിയതും പഴയതുമായ നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ വലിയ പരിവർത്തനം നടത്തി. അതോടൊപ്പം തന്നെ ഈ പരിഷ്കർത്താക്കൾ അവർക്ക് ദൈവത്തിൻ്റെ വചനം ജീവന തുല്യമായിരുന്നു. അവർ ജീവനേക്കാളേറെ ദൈവത്തിൻ്റെ വചനത്തെ അവർ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെയുള്ളതായ നവോത്ഥാന പരിഷ്കർത്താക്കൾ അവർ ചെയ്തതുപോലെ ഇന്ന് നാം ചെയ്യേണ്ടതായ പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും അന്ന് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പാരമ്പര്യവും ഒന്ന് ആചാരവും. പാരമ്പര്യവും ആചാരമാണ് ബൈബിളിനെ ഇത്രമാത്രം ഇല്ലാതാക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു കാര്യം. ഇന്നും ആ ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസത്തിൽ കടന്നുകൂടുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും വേദപുസ്തകം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ പിശാച് ഇപ്പോഴും അതിൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പീഡനം ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. കോട്ടിക്കളഞ്ഞും തെറ്റായി വ്യാഖ്യാനിച്ചും വചനത്തോടുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വചനം നമ്മൾ പഠിക്കണം. ഈ രണ്ട് സാക്ഷികളെയും നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളാക്കി മാറ്റണം. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 8 വരെയുള്ളതായ ഭാഗങ്ങളിൽ, 7 മുതൽ 9 വരെയുള്ളതായ ഭാഗങ്ങളിൽ ഈ രണ്ട് സാക്ഷികളെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ഈ സാക്ഷികൾ ഇനി എന്താണ് ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്? ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് മനുഷ്യ മനസ്സുകളെ മാറ്റുവാൻ തക്കവണ്ണം പോകുന്നത്? നാം നൂറ്റാണ്ടുകളിലെ ചരിത്രം പഠിച്ചാൽ, ഈ നവോത്ഥാനത്തിന് ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ വലിയ ആത്മീയ ഉണർവാണ് ലോകത്തുണ്ടായത്. അത് മറ്റൊന്നുമില്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ചരിത്രം വികാരവിക്ഷോഭത്തോടു കൂടി തന്നെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. ഇപ്പോൾ വേദപുസ്തകം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ യാഗമായി തീർന്ന കർത്താവായിരുന്നു യേശുക്രിസ്തു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനുവേണ്ടി യാഗമായി തീർന്ന കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില എത്രമാത്രം മഹത്താണെന്ന് മനുഷ്യർ മനസ്സിലാക്കാൻ തുടങ്ങി. അതിന് കാരണം വേദപുസ്തകമുള്ള പഠനമാണ്. ആ പഠന മുഖാന്തരം ധാരാളം പേര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ വേഗം സുവിശേഷം എത്താനുള്ള സാഹചര്യം ഒരുക്കി. കർത്താവ് തന്നെ പറഞ്ഞു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടണം. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അറിയപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും നാം ഇത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പീഡനകാലത്ത് ധാരാളം കോടിക്കണക്കിന് വിശുദ്ധന്മാരെ കൊന്നുകളഞ്ഞു. അന്ധകാര യുഗത്തിൽ അതാണ് സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം ഉണർവുണ്ടായപ്പോൾ എല്ലാവരുടെയും കരങ്ങളിൽ അവരവരുടെ ഭാഷകളിൽ തിരുവനുമെത്തി. അത് ഏറ്റവും വലിയ ഒരു നവോത്ഥാനമായിട്ട് വേണം നമുക്ക് കാണാൻ. പാസ്റ്റർ, ഈ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ഫ്രഞ്ച് വിപ്ലവം ഉടലെടുത്തു. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വലിയ മത ഉണർവുകൾ ഉണ്ടായി. ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കർത്താക്കൾക്ക് മതം വേണ്ട എന്നുള്ളതായ ഒരു ചിന്ത വന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ എപ്രകാരമാണ് മതം മുന്നേറുവാനോ അല്ലെങ്കിൽ തളരുവാനോ ഇടയായിത്തീരുന്നത്? യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന മതം, സഭ വേദപുസ്തകത്തിന് മാത്രമായിരുന്നില്ല എതിര്. അവരുടെ സാധാരണ മനുഷ്യരുടെക്കും എതിരായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ നവോത്ഥാനത്തിൻ്റെ ആൾക്കാർ മതമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ അവർ മതത്തെയും വേദപുസ്തകത്തെയും ഒക്കെ എതിർക്കാനായിട്ട് തുടങ്ങി. അതാണ് അവരെന്ത് ചെയ്യുന്നറിയാമോ? വേദപുസ്തകത്തിനെ റോഡിൽ കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. ദേവാലയങ്ങളൊക്കെ ലോജിക്കിൻ്റെയും റീസണിങ്ങിൻ്റെയും കാരണമായി മാറ്റി. ദേവാലയങ്ങളെ റീസണിങ്ങിൻ്റെ ക്ഷേത്രമാക്കി മാറ്റി. കാരണം വിശ്വാസം ബ്ലൈൻഡാണ്, അന്ധമാണെന്നും ഇതിന് ലോജിക്കും റീസണിങ്ങും ഇല്ല എന്ന് പറയാനായിട്ടും ശ്രമിച്ചു. അത് സഭയുടെ അന്നത്തെ ബാഡായിട്ടുള്ള സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകങ്ങൾ സൊസൈറ്റികളില്ലാതാക്കി ബൈബിളിനെ ഒരു റീസണിൻ്റെ അമ്പലമാക്കി മാറ്റി. ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ അവർ ഇതിൻ്റെ ദേവതയാക്കി മാറ്റി, റീസണിങ്ങിൻ്റെ ദേവതയാക്കി മാറ്റി. ഇത്തരത്തിൽ മതസ്വാതന്ത്ര്യത്തെ അതിഭയങ്കരമായിട്ട് എതിർക്കുകയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ നമ്മുടെ ഇടയിൽ കാണാറില്ലേ? കാരണം ദൈവത്തെ വെറുതെയാണ് വിളിക്കുന്നത്,
പ്രത്യേകിച്ച് നമ്മുടെ ഈ മത മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നടത്തുന്നതായ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ ദൈവവിശ്വാസികളായിരുന്നില്ല എന്നും, അല്ലെങ്കിൽ മനുഷ്യന് നന്മ ഉണ്ടാകുമ്പോൾ ദൈവത്തെ വേണ്ട എന്നുള്ളതായ തരത്തിലേക്കാണ് കാലം നീങ്ങുന്നത് എന്ന ചിന്ത ഇന്നും നമ്മുടെ ഇടയിൽ പരക്കെ കാണുവാൻ തക്കോണം സാധിക്കും. പ്രത്യേകിച്ച് ദൈവമില്ല എന്നുള്ളതായ ഒരു ചിന്ത ഇന്നത്തെ ഒരു വലിയ തലമുറയിൽ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ അന്ത്യകാലത്തിലും ഈ 2 സാക്ഷികൾക്കും ദൈവത്തിനു വേണ്ടി പ്രവചിക്കുവാനുള്ളതായ അവസരം നൽകും എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് ലോക സാമ്രാജ്യത്തെക്കുറിച്ചും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപ് സംഭവിക്കുന്നതായ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ളതായ പ്രവചന നിവർത്തി ലോകരുടെ കണ്ണ് തുറക്കുകയും ദൈവത്തോട് അവരെ അടുപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുകയും ചെയ്യും. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കുക. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, നാം 2 സാക്ഷികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അവരുടെ പ്രവചന കാലഘട്ടം എത്രയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചർച്ച ചെയ്തു. എന്നാൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഈ 2 സാക്ഷികളെക്കുറിച്ച് മറ്റൊരു സാക്ഷ്യം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഈ 2 സാക്ഷികളെക്കുറിച്ച് ഇങ്ങനെയൊരു പ്രവചനം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 3.5 ദിവസം എന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചു തന്നെയാണ്. 3.5 ദിവസം എന്ന് പറഞ്ഞാൽ 42 മാസമാണ്. ആ 42 മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് 30 ദിവസം വെച്ച് കൂട്ടിയാൽ 1260 ദിവസം എന്ന് കിട്ടും. 1260 ദിവസം 260 ദിവസം എന്ന് പറഞ്ഞാൽ 1260 വർഷമാണ്. അപ്പോൾ അന്ധകാരയുഗത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ അന്ധകാരയുഗത്തിൻ്റെ ആ അന്ത്യ കാലഘട്ടമായപ്പോൾ ഫ്രഞ്ച് വിപ്ലവം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രഞ്ച് ഗവൺമെൻറ് തീരുമാനിച്ചത് നാസ്തികത്വം അല്ലെങ്കിൽ നിരീശ്വരത്വം മതി, ബൈബിൾ വേണ്ട, വേദപുസ്തകം വേണ്ട, അതുകൊണ്ട് അതെല്ലാം തകർത്ത് കളയാനുള്ള തീരുമാനം അവരുടെ സെനറ്റ് അല്ലെങ്കിൽ അവരുടെ നിയമസഭകൾ, പാർലമെൻറ്റ് എന്ന് പറയുന്നത് അവർ തീരുമാനമെടുത്തു. എന്നിട്ട് അത് ഏതെല്ലാം വിത്തിനെ നശിപ്പിക്കാവുന്ന ആ വിത്തിലെല്ലാം അവർ നശിപ്പിക്കാനുള്ള ശ്രമം എല്ലാം നടത്തി. അപ്പോൾ ഈ 2 സാക്ഷികൾ അപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അങ്ങനെ ആയിരുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ AD 538 മുതൽ 1798 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം കഴിയുമ്പോൾ പെട്ടെന്നൊരു ഉണർവുണ്ടായി. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ നിയന്ത്രണം എല്ലാം മാറിയതിന് ശേഷം വേദപുസ്തകം എല്ലായിടത്തും പരക്കുന്നുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ അപ്പോൾ ഈ 2 സാക്ഷികളും കാൽ ഉയർന്നു നിന്നു. അവർ പിന്നെ സ്വതന്ത്രരായി തീർന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പരാജയപ്പെട്ടു. അതോടുകൂടി അവരെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. വേദപുസ്തകം വരയ്ക്കുന്നത് സാധിച്ചില്ല, അത് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലോകത്തെ എല്ലായിടത്തും വേദപുസ്തകം പരക്കുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പരക്കുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. അതുപോലെ കോടിക്കണക്കിന് വിശുദ്ധരെ കൊന്നുകളഞ്ഞ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ 2 സാക്ഷികൾ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ അവർ പുറത്തു വന്നു. അവർ 42 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 1260 വർഷം കഴിഞ്ഞപ്പോൾ സ്വതന്ത്രരായി തീർന്നു. അങ്ങനെ ലോകത്തെല്ലായിടത്തും അത് വചനം പരക്കുവാൻ നവോത്ഥാനം, വലിയൊരു നവോത്ഥാനം ഉണ്ടാകുവാൻ അതിലൂടെ ഇടയാകുകയും ചെയ്തു. പാസ്റ്റർ ബിനോയ്, 111-ാം സങ്കീർത്തനം അതിൻ്റെ 89-ാം വാക്യവും 111-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ ബൈബിളിനെ കുറിച്ച് നമ്മോട് ചില പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ പറയുന്നു. എന്താണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? തീർച്ചയായിട്ടും ഈ അന്ധകാര യുഗത്തിന് ശേഷം ബൈബിളിൻ്റെ തിരിച്ചുവരവ് വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, സാമൂഹ്യ നവോത്ഥാനത്തിനും കൂടെ ഭയങ്കരമായ മാറ്റം, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ, സാമൂഹ്യപരമായ മാറ്റത്തിനും കാരണമായിട്ടുണ്ട്. സങ്കീർത്തനം 119-89 പറയുന്നത്, യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നും സ്ഥിരമാക്കിയിരിക്കുന്നു എന്നാണ്. സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നശിക്കുന്നതല്ല, അത് എന്നും നിലനിൽക്കുന്നതാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ നിലനിൽക്കുന്നത് എന്ന് തുടർന്നുള്ള ഭാഗത്തിൽ വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ 7-8 വാക്യങ്ങൾ, സങ്കീർത്തനം 111-7-8 പറയുന്നത്, അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യവും തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ,
അത് സത്യമാണ്, ന്യായമാണ്. കർത്താവായ യേശുക്രിസ്തു വചനത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചുവോ, എന്തൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചോ, രൂപാന്തരം, മാനസാന്തരം, വിശ്വാസം, ആളുകളിലെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ വചനത്താലാണ്. അത് സത്യമാണ്, ന്യായമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് ഈ കാലഘട്ടത്തിലൂടെ, ഈ വാക്യങ്ങളിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്. എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും, എത്രമാത്രം പ്രതിസന്ധികൾ നേരിട്ടാലും, കേൾക്കാൻ മനസ്സുള്ളവർക്ക് വചനം പുതിയ ജീവിതത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളതാണ്. വചനം ആ കാലഘട്ടത്തിലായിരുന്നാലും ഈ കാലഘട്ടത്തിലായിരുന്നാലും അത് എല്ലാവർക്കും ഉത്തേജനം നൽകുന്നതായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പാസ്റ്റർ ജോസഫ്, പൂർവ്വകാലങ്ങളിലും പ്രത്യേകിച്ച് ആദിമസഭയുടെ കാലഘട്ടത്തിൽ, അന്ധകാര യുഗത്തിൻ്റെ കാലഘട്ടത്തിൽ, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ, ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചതായ കാലഘട്ടങ്ങളിലൊക്കെ ദൈവവചനം പ്രചരിപ്പിക്കുകയും ദൈവവചനത്തിന് സ്ഥായിയായ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെയും ദൈവവചനത്തിനെതിരെയും ദൈവവചനം പ്രചരിപ്പിക്കുന്നതിനെതിരെയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ നിലപാട്, സത്യത്തോടുള്ളതായ നമ്മുടെ നിലപാട് എപ്രകാരമായിരിക്കും? സത്യത്തോട് നമ്മുടെ പൂർവ്വകന്മാർ ചെയ്ത പോലെ തന്നെ ഉറച്ച നിലപാട് തന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യമാണ്. പീഡനങ്ങളുണ്ടാകും, യാതൊരു സംശയത്തിനും അവകാശമില്ല. ആ പീഡനം വരുമ്പോഴും കർത്താവിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്തെ പോലെ തന്നെ ഇന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പലയിടങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സത്യസുവിശേഷമായി ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പ്രവേശനം തന്നെ ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ സ്വതന്ത്രമായി നമുക്ക് വചനം പ്രസംഗിക്കാനോ പഠിക്കാനുള്ള അവസരം കുറഞ്ഞു വരികയാണ്. സാത്താൻ അത്രമാത്രം അവൻ്റെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ശക്തമായി വ്യാപിക്കപ്പെടുന്നു, അത്രമാത്രം ആത്മാക്കളെ രക്ഷയും ഉണ്ടാവും. അപ്പോൾ ആ രക്ഷ ഉണ്ടാകരുത്, അതാണ് സാത്താൻ്റെ ലക്ഷ്യം. ആർക്കെല്ലാം രക്ഷ ലഭിക്കണോ ആ രക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗവും സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു ഉറച്ച നിലപാട് എപ്പോഴും ഉണ്ടാകണം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ശരി, ഞാൻ ദൈവത്തിനായി തന്നെ, ദൈവത്തിൻ്റെ വചനത്തിനായി തന്നെ നിൽക്കും എന്നുള്ള തീരുമാനം മാർട്ടിയേഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ രക്തസാക്ഷികൾ ആയിരുന്നവർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ അവരെന്തെല്ലാം വന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ തന്നെ പലവട്ടം അടികൊണ്ട്, പലവട്ടം തടവിലായി, കാറ്റിലാപത്ത്, കരയിലാപത്ത്, വെള്ളത്തിലാപത്ത്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു, ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വിധത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആ പൂർവ്വപിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മൾ മുൻകാലങ്ങളുണ്ടായിരുന്ന ദൈവത്തിൻ്റെ മക്കളെല്ലാം എത്രമാത്രം ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചോ അതുപോലെ തന്നെ ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരാണ്. നമുക്കത് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വേദപുസ്തകത്തിന് വ്യക്തമായ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, നമ്മുടെ തീരുമാനമെടുക്കുന്നതിൽ, നമ്മുടെ വിശ്വാസ രൂപീകരണത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നതിന്, നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന്, സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയുന്നതിന്, ഇതൊക്കെ വേദപുസ്തകത്തിന് മാത്രമേ ഈ സ്ഥാനം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ലോകമായി തീരും. ഇത് സാത്താന് നന്നേ അറിയാം. അതുകൊണ്ട് സാത്താൻ ദൈവത്തിൻ്റെ വചനത്തിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ജനത്തിൽ മാറാതെ നിൽക്കുകയും ഈ വചനം പ്രമാണിക്കുവാനും വചനം ഹൃദിസ്ഥമാക്കുവാനും ഹൃദയത്തിൽ നിന്ന് സാത്താൻ എടുത്തു കളയാതിരിക്കുവാനും അതൊക്കെയാണ് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും പറഞ്ഞ് ആ വചനത്തിന് പ്രകാരം ജീവിപ്പാൻ ദൈവം നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.